ഡൽഹിയിൽ നിന്നും ഗൗതം അനന്തനാരായണനുണ്ട് മഹാരാഷ്ട്രയിലെ വാർത്തകളുടെ വിശദാംശങ്ങൾ നൽകാനായിട്ട്. ഗൗതം, മഹായുതി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നാളെയാണെന്നാണ് പറയുന്നത്. മുഖ്യമന്ത്രിയെ ഇന്ന് പ്രഖ്യാപിക്കും. നിർണായകമായ BJP നിയമസഭാ കക്ഷി യോഗവും ചേരുന്നുണ്ട്. ആരാകും മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിൽ മാത്രമേ ഇനിയൊരു ആകാംക്ഷയുള്ളൂ. എന്താണ് വിശദാംശങ്ങൾ? രജനി, ഇന്നിപ്പോൾ BJP നിയമസഭാ കക്ഷി യോഗം രാവിലെ 11 മണിക്ക് മുംബൈയിൽ ചേരാൻ പോവുകയാണ്. രാവിലെ 10 മണിക്ക് വിധാൻ ഭവനിൽ BJP കോർ കമ്മിറ്റി യോഗം നടക്കും. ആ കോർ കമ്മിറ്റി യോഗത്തിൽ ഡൽഹിയിൽ നിന്നും എത്തിയ 2 കേന്ദ്ര നിരീക്ഷകർ പങ്കെടുക്കും. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ, അതുപോലെ തന്നെ ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണി എന്നിവരാണ് ദേശീയ നേതൃത്വം മഹാരാഷ്ട്രയിലേക്ക് അയച്ചിട്ടുള്ള കേന്ദ്ര നിരീക്ഷകർ. ആ 2 നേതാക്കളുടെയും നേതൃത്വത്തിൽ BJP കോർ കമ്മിറ്റി രാവിലെ 10-നാണ് മുംബൈ വിധാൻ ഭവനിൽ ചേരുക. പിന്നീട് 11 മണിക്ക് മുഴുവൻ MLA-മാരും പങ്കെടുക്കുന്ന 132 MLA-മാരാണ് BJPക്ക് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വന്നിട്ടുള്ളത്. ആ 132 MLA-മാരും നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുക്കും. ആ യോഗത്തിൽ മുഖ്യമന്ത്രി ആരാണ് എന്ന് സംബന്ധിച്ച് നമുക്ക് വ്യക്തമായ ധാരണയെത്തും. ആ നിയമസഭാ കക്ഷി യോഗത്തിൽ ഒരു മുതിർന്ന നേതാവ് ഒരു പേര് നിർദ്ദേശിക്കും. മുഴുവൻ MLA-മാർക്കും അത് സമ്മതമാണെങ്കിൽ പിന്നീട് കേന്ദ്ര നിരീക്ഷകരായി എത്തുന്ന നിർമ്മല സീതാരാമനും അതോടൊപ്പം തന്നെ വിജയ് രൂപാണിയും ആ പേര് മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കും. അതാണ് സാധാരണയായി BJP നിയമസഭാ കക്ഷി യോഗത്തിൻ്റെ കീഴ്വഴക്കം എന്നത്. എന്തായാലും നാളെയാണ് സത്യപ്രതിജ്ഞ നടക്കുന്നത്. നാളെ ആസാദ് മൈതാനിയിൽ രാവിലെ 11-ന് സത്യപ്രതിജ്ഞ നടക്കുമെന്നാണ് BJP നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. അതിന് മുന്നോടിയായിട്ടാണ് ഇന്നിപ്പോൾ നിർണായകമായ നിയമസഭാ കക്ഷി യോഗം ചേരാൻ പോകുന്നത്.